ഹേയ് ഹലോ, സുഖല്ലേ? ഈ നാരിൻ്റെ ഓപ്പൺ ഡയസിന് പോകുന്ന ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. ഫോണ് വഴി ഞങ്ങൾ ഒരാളിനെ കണ്ടു. ദാ നോക്ക്, ഇയാൾ സ്റ്റോക്ക്ഹോമിൽ വന്നിട്ട് അധികം ആയില്ല എന്ന് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടു. ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ആണ്. ഈ നല്ല രസമാണ് കേട്ടോ. ഫുഡോറയുടെ റോബോട്ടാണ് കേട്ടോ. ഇയാളുടെ ഉള്ളിൽ ഫുഡിനെ വെച്ചിട്ട് GPS വഴി പുള്ളി ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നല്ല ഇത്തിരി കുഞ്ഞിനെ കണ്ട് എല്ലാവരും വീഡിയോയും ഫോട്ടോയും എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അധികം ആയിട്ടില്ല സ്റ്റോക്ക്ഹോമിൽ എന്നുള്ളത്. അപ്പുറത്തെ ഡയറക്ഷനിലേക്ക് പോകാനുള്ള എൻ്റെ കുട്ടികളും അതിൻ്റെ പുറകിൽ കുറേ നേരം പോയി. അത് അങ്ങനെ പോകുന്നുണ്ട്. ഞങ്ങൾ അവിടുന്ന് പിന്നെ തിരിഞ്ഞ് ഓപ്പൺ ഡയസിൻ്റെ ലൊക്കേഷനിലെത്തി. ഇത് ചെസ്സുമായിട്ട് ഇച്ചിരി ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ടയേഴ്സ് വെച്ചിട്ട് നമ്മൾ സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുമ്പോൾ ചെയ്യില്ല, അതുപോലെ ഇട്ട് അതിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചാണ് ഇവർ കളിക്കുന്നത്. ഒരു ഹാഫ് ലക്കും ഹാഫ് ബ്രെയിനുമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഒരു 7 റൗണ്ട്സ് ഉണ്ടായിരുന്നു. ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഏജാണ് കളിക്കുന്നത്. ആരെയും കളിച്ചു, 7 റൗണ്ട്സ് കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചു. അവന് ഫസ്റ്റ് 3 പ്ലേസ് കിട്ടിയില്ലെങ്കിലും അവന് കോൺസ്റ്റലേഷൻ പ്രൈസ് കിട്ടി. സോ ഹി ഈസ് ഹാപ്പി, ഞങ്ങൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. എന്നാലും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ നോർമൽ ചെസ് അല്ലാതെ ഓപ്പൺ ഡയസ് ആയിരുന്നു അപ്പോഴേ. അപ്പോൾ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പം അവിടെ റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിലെല്ലാം പോയി. കുറച്ച് ഇന്ത്യൻ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൻ്റെ അക്കാഡമിയിൽ നിന്ന് തന്നെയുള്ള 1-2 കുട്ടികളുണ്ടായിരുന്നു. അപ്പം അവനൊരു ന്യൂ ഫീലിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടീ സെൻറ്ററിലേക്ക് വന്നു. അവിടെ നമ്മൾ ഇപ്പം നമ്മുടെ ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ഗൈസ് ആണ് കേട്ടോ. മാത്സും മാഗ്ഡിയും പോലെയൊന്നുമല്ല, നല്ല അടിപൊളിയാണ്. അവിടുത്തെ മിൽക്ക് ഷേക്കും ഫ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈസാണ് അവരുടെ സ്പെഷ്യാലിറ്റി. മിൽക്ക് ഷേക്കും പിന്നെ സാൻഡ്വിച്ചും കുറച്ച് ബർഗേഴ്സൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി ഫൈവ് ഗൈസിൽ കയറി അവർക്ക് ഫ്രൈസും മിൽക്ക് ഷേക്കും ഒക്കെ മേടിച്ച് കൊടുത്തു. അങ്ങനെ കുട്ടികൾ ഹാപ്പി, നമ്മൾ ഹാപ്പി. പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഈ ഷേക്സൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ഗ്രൗണ്ട് നട്ട് വെച്ചിട്ടുണ്ട്. അപ്പം പുളിക്കാത്ത ടൈപ്പ്. അപ്പം അതെടുത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കുകയും ചെയ്യാം. അപ്പം അത് എനിക്കൊരു വലിയ അട്രാക്റ്റീവായിട്ട് അതാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ വേറൊരു ബ്ലോഗിൽ കാണാം കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു, ബൈ.